ഗൈസ് ഹെലികോപ്റ്റർ ചോദിച്ച് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് ഹെലികോപ്റ്ററിൻ്റെ സെറ്റപ്പ് ഞാൻ കാണിച്ചുതരാം. ഇത് ഫുൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഹെലികോപ്റ്ററാണ് നമ്മുടെ ഇത് വന്നിട്ടുള്ളത്. അതും മെറ്റൽ ബോഡിയാണ് കൂടുതൽ. മെറ്റൽ ബോഡിയിൽ കുറച്ച് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ ഹോബി ഗ്രിഡിലൊക്കെ കാണുന്ന പോലെ ഉള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ് കഴിയുന്നത്. ലീഫൊക്കെ എല്ലാം നോർമൽ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ. ഹെലികോപ്റ്ററിൻ്റെ നിങ്ങളിവിടെ നോക്കി, ഇതിൻ്റെ അകത്ത് അലോയ് ബോഡി ഉണ്ട്, 3.5 ചാനലാണ്, LED ഉണ്ട്. അതിലെന്ന് വെച്ചാൽ LED അടിയിലുണ്ട് അതിൻ്റെ ഫ്രണ്ട് ലൈറ്റിൽ. പിന്നെ ലോങ് മോട്ടർ, ഇതിൻ്റെ മോട്ടർ ഇത്തിരി ക്വാളിറ്റി ഉള്ള മോട്ടറാണ്. പിന്നെ ബാറ്ററി ആണെങ്കിലും നിങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ട് ചാർജ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ആക്ച്വലി ബാറ്ററി. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കേബിൾ കിട്ടുന്നതാണ് ചാർജ് ചെയ്യാൻ. അത് ചാർജ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ബാറ്ററി ഇൻസേർട്ടായി. പിന്നെ ഇതിൻ്റെ കൺട്രോളർ നിങ്ങൾ നോക്കി, ഇതാണ് കൺട്രോളർ. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോർമലായിട്ടുള്ള നമ്മൾ സാധാരണ കിട്ടുന്ന ബാറ്ററി ഒരു 3 ചെറിയ പെൻസിൽ ബാറ്ററി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനോട് കിട്ടുന്ന പാക്കറ്റിൽ നിങ്ങൾക്ക് ആസ് യൂഷ്വൽ ലീഫ്, പിന്നെ ബാക്കിൽ ഇതിൻ്റെ ചെറിയ ലീഫും ഫ്രണ്ടിൽ ആ ലീഫും വരും. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ. ഇതാണ് ഇതിൻ്റെ സംഭവങ്ങൾ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റാം. ഇനി ഇതിൻ്റെ ഫ്ലൈയിങ്ങും പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഓൺ ഓഫ് ബട്ടൺ, നിങ്ങൾ ഓൺ ചെയ്യുക. ഓക്കെ. പിന്നെ ഇത് ഫ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് നമ്മൾ ഡ്രോൺ പോലെ തന്നെ എടുക്കുക. സോറി, അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അടിയിൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ഓണാക്കുക. അപ്പോൾ ഇവിടെ ലൈറ്റ് കത്തും. ഇനി നമ്മളിത് പെയർ ചെയ്യാം. ഓക്കെ. പെയർ ചെയ്തതിന് ശേഷം ഇതാണ് ഹെലികോപ്റ്ററൊക്കെ നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇതും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓണൊക്കെ നമ്മൾ ചെയ്ത് ഇനി നമ്മൾ ടിൽറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഓൺ ചെയ്യാൻ വേണ്ടി പോകണം. നല്ല അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ട് തന്നെ ഇത് നിൽക്കും. വേണ്ട, ഇതാണ് ഇത് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ള ബട്ടൺ. ഓക്കെ. ഇത് നമ്മൾ താഴ്ത്താനും ടിൽറ്റും നിങ്ങൾക്ക് ടിൽറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണിത്. ഇത് നിങ്ങൾക്ക് മൂവ് ചെയ്യാനുള്ളത്. സാധാരണ ഹെലികോപ്റ്റർ പോകണ പോലെ തന്നെ പോകണം. നോക്കി, വേണ്ട, നല്ല ഹൈറ്റിൽ തന്നെ അത് പൊങ്ങും. ഫ്ലൈ ചെയ്യുന്നതാണ്. നോക്കി, ഇങ്ങനെ അങ്ങനെ പോകും. വേണ്ട, കയ്യിൽ നല്ല ഈസി ലാൻഡിങ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് നോക്കാം. നോക്കി, നമ്മൾ പല സ്ഥലത്തേക്കും നല്ല അത്യാവശ്യം റേഞ്ചും കിട്ടും. തീർന്ന വേണ്ട, അത്യാവശ്യം റേഞ്ച് കിട്ടും. അതുപോലെ തന്നെ നമ്മളെങ്ങനെ ഫ്ലൈ ചെയ്തോ അതുപോലെ തന്നെ ഇത് റിട്ടേൺ നമുക്ക് എടുക്കാവുന്നതാണ്. ഈ തിരിച്ചു പാടാൻ മോനെ. വേണ്ട, ഇത് നിങ്ങൾ ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു സാധാരണ ഹെലികോപ്റ്റർ എങ്ങനെയാണോ പറപ്പിക്കുന്നത് അതുപോലെ തന്നെ. ഇപ്പോൾ വേണ്ട, ഞാൻ പറപ്പിച്ച് ഞാൻ എവിടെയാണോ എടുത്തത് അവിടെ തന്നെ കൊണ്ടുവന്ന് ഞാൻ ലാൻഡ് ചെയ്യാണ്. ഓക്കെ. ഇനി നിങ്ങൾക്കിത് ഫ്ലൈ ചെയ്യണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്ലൈ ചെയ്ത് വിടുകയും ചെയ്യാം. വേണ്ട, കൺട്രോളിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അതിനുണ്ട് സൂപ്പറല്ലേ. വേണ്ട, ഫ്രണ്ടിലേക്ക് നമ്മൾ നെക്കി ഹെലികോപ്റ്റർ ഇതേ ഫ്രണ്ടിലേക്ക് പോവാണ്. തിരിച്ച് ഞാൻ കൊണ്ടിരുന്നു. നമ്മളെടുത്ത സ്ഥലത്ത് നമ്മൾ ലാൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ ഞാനിത് പഠിക്കണേ ഉള്ളൂ കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്യണത്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെവിടെ ഇറക്കിയോ അവിടെ കൊണ്ടുവന്ന് തന്നെ ഞാൻ ലാൻഡ് ചെയ്യിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അയ്യോ, ബാ മോനെ ബാ, ഇവിടെ ലാൻഡ് ചെയ്യിക്കും ഞാൻ. ഇതൊക്കെ സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് ട്രൈങ് ആയതുകൊണ്ടാണ്. ലാൻഡിങ് പക്ഷേ സ്മൂത്ത് ആയിരുന്നില്ല. നമുക്ക് ഒന്നുകൂടെ ലാൻഡ് ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കാം. ലാൻഡിങ് സ്മൂത്ത് ആവാൻ വേണ്ടി എൻ്റെ ദൈവമേ. വാ മോനെ ഇങ്ങോട്ട്. ഒരു അനുസരണയില്ലല്ലോ എനിക്ക്. ഇതെന്താ കുതിരവട്ടത്തുനിന്ന് കൊണ്ടുവന്നാ. ഓക്കെ, വാ 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 വാ. ഓക്കെ, അനീന മോളെ രക്ഷപ്പെട്ടോ. എടാ ഇങ്ങനെ വാടാ. അത്യാവശ്യം ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് കൂടുതൽ ഫ്ലൈ ചെയ്യും. കാരണം ഞാൻ കുറേ നേരം ശ്രമിക്കണം ഇവിടെ കൊണ്ടു നിറക്കാൻ. അപ്പോൾ നിൽക്കേ, ഇത് നമ്മളിപ്പോൾ ഇവിടെ ഫ്ലൈ ചെയ്ത് നിർത്താം. ഓക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലേ, ഇതായിരുന്നു അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. മെറ്റലാണ് ഫ്രെയിമും ബോഡിയൊക്കെ മെറ്റലാണ്. ബാക്കി വേറെ ചെറിയ ചെറിയ എലമെൻറ്റ്സൊക്കെ ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം മെറ്റലാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ഫ്രിസ്ബീസിൻ്റെ എല്ലാ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം, ഡയറക്ഷനൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട്
വിസിറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ കാണാനാണെങ്കിലും ജസ്റ്റ് നമ്മുടെ സ്റ്റോഴ്സിലൊക്കെ നിങ്ങൾക്ക് വരാവുന്നതാണ്. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ.